PH മാപ്പിംഗ് പബ്ലിക് ഹെൽത്ത് മോഡ്യൂളിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ്റെ ഭാഗമായി ആദ്യഘട്ടത്തിൽ സബ് സെൻ്ററുകളുടെയും ബേസ് സെക്ഷനുകളുടെയും പ്രവർത്തനപരിധി സംബന്ധിച്ച വിവരങ്ങൾ PH മാപ്പിംഗ് വഴി രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ പിന്നീട് പ്രവർത്തന പരിധിയുടെ പുനർനിർണയം, ഏരിയ ബൈഫർക്കേഷൻ എന്നിവ നടത്തിയതിനാൽ ആരോഗ്യ ഉപകേന്ദ്രങ്ങളുടെ മാതൃസ്ഥാപനം, പ്രവർത്തന പരിധി മുതലായവയിൽ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആരോഗ്യവകുപ്പ് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുടെ പ്രവർത്തനങ്ങളും ജീവനക്കാരുടെ ഉത്തരവാദിത്തങ്ങളും പുനർനിർവചിക്കുകയും FWC, ബേസ് സെക്ഷൻ എന്നിവയുടെയും ആശാ വർക്കർമാരുടെയും പ്രവർത്തന പരിധി പുനർനിർണ്ണയിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരം മാറ്റങ്ങൾക്കനുസൃതമായി നിലവിലെ PH മാപ്പിംഗ് ഡാറ്റകളിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. PH മാപ്പിംഗിൻ്റെ പുതുക്കിയ സ്ക്രീൻ വഴി ഇത്തരം മാറ്റങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. പുതിയ PH മാപ്പിംഗ് സ്ക്രീനിൽ വാർഡുകളെ അടിസ്ഥാനമാക്കിയാണ് മാപ്പിംഗ് നടത്തുന്നത്. ലൊക്കാലിറ്റി, കോവർക്കർ ഇൻസ്റ്റിറ്റ്യൂഷൻ, പാർലമെൻറ്റ്, അസംബ്ലി, വില്ലേജ്, താലൂക്ക്, പോസ്റ്റ് ഓഫീസ് തുടങ്ങിയ പാരാമീറ്ററുകളുടെ മാപ്പിംഗ് ഇതിൽ ഒഴിവാക്കിയിട്ടുണ്ട്. വാർഡ് മാപ്പിംഗ് പൂർത്തിയാക്കിയാൽ പ്രസ്തുത പാരാമീറ്ററുകൾ സംബന്ധിച്ച വിവരങ്ങൾ സബ് സെൻ്റർ തലത്തിൽ ലഭ്യമാകുന്നതാണ്. അതാത് സ്ഥാപനങ്ങളിലെ PH അഡ്മിന്മാരാണ് PH മാപ്പിംഗ് വഴി ഈ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ടത്. HMS ആപ്ലിക്കേഷനിലെ പബ്ലിക് ഹെൽത്ത് മോഡിൽ നിന്നും PH മാപ്പിംഗ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. തുടർന്ന് ഡിസ്പ്ലേ ആകുന്ന സ്ക്രീനിൽ വാർഡ് മാപ്പിംഗ് നടത്തേണ്ടുന്ന സബ് സെൻ്ററിൻ്റെ പേര് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിലവിൽ മാപ്പ് ചെയ്തിട്ടുള്ള വാർഡുകളെ സംബന്ധിച്ച വിവരങ്ങൾ വ്യൂ ഓപ്ഷൻ വഴി കാണാവുന്നതാണ്. അപ്ഡേറ്റ് മാപ്പിംഗ് നിലവിലുള്ള മാപ്പിംഗിൽ മാറ്റങ്ങൾ ആവശ്യമാണെങ്കിൽ അപ്ഡേറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിരിക്കുന്ന LSGDയുടെ പരിധിയിൽ വരുന്ന വാർഡുകൾ PH അഡ്മിൻ്റെ PSCയിലേക്കോ അതിന് കീഴിലുള്ള സബ് സെൻ്ററുകളിലേക്കോ മാപ്പിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്ക്രീനിൽ ദൃശ്യമാകുന്നതാണ്. മാറ്റങ്ങൾ ആവശ്യമാണെങ്കിൽ പ്രസ്തുത വാർഡിന് നേരെയുള്ള ഫീൽഡുകളിൽ സബ് സെൻ്റർ, ബേസ് സെക്ഷൻ എന്നിവയുടെ പേര് സെലക്ട് ചെയ്ത് മാറ്റങ്ങൾ വരുത്തി അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. വാർഡുകളിൽ നിലവിൽ മാപ്പ് ചെയ്തിരിക്കുന്ന സബ് സെൻ്റർ അല്ലെങ്കിൽ ബേസ് സെക്ഷനുകളുടെ പേരുകളിൽ ഇങ്ങനെ മാറ്റങ്ങൾ വരുത്തുന്നതിന് മുൻപ് ആ വാർഡിലേക്ക് ആശാ മാപ്പിംഗ് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് അൺലിങ്ക് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ PH വെബ് ആപ്ലിക്കേഷൻ വഴി ആശാ ബ്ലോക്ക് ക്രിയേഷൻ, ആശാ ബ്ലോക്ക് യൂസർ അസൈൻ എന്നിവ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിലും ആവശ്യമായ മാറ്റങ്ങൾ വരുത്തേണ്ടതാണ്. അതായത് നിലവിലുള്ള വാർഡ് മാപ്പിംഗിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ അതിനു മുൻപായി ആ വാർഡുമായി ബന്ധപ്പെട്ട് ആശാ മാപ്പിംഗ്, ആശാ ബ്ലോക്ക് ക്രിയേഷൻ, ആശാ ബ്ലോക്ക് യൂസർ അസൈൻ ഇവയിലേതെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവയിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. PH വാർഡ് മാപ്പിംഗ് ശരിയായി അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ആശാ മാപ്പിംഗിലും ശരിയായ വാർഡ്, ബേസ് സെക്ഷൻ എന്നിവ സെലക്ട് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. റിലീസ് ഓപ്ഷൻ മറ്റേതെങ്കിലും PHC അല്ലെങ്കിൽ CHC ഏരിയയിലെ വാർഡുകൾ തെറ്റായി നിലവിലെ PHC, സബ് സെൻ്റർ അല്ലെങ്കിൽ ബേസ് സെക്ഷനുകളിലേക്ക് മാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ റിലീസ് ഓപ്ഷൻ ഉപയോഗിച്ച് ആ വാർഡുകൾ റിലീസ് ചെയ്യേണ്ടതാണ്. ഇങ്ങനെ റിലീസ് ചെയ്യുന്ന വാർഡുകൾ മാത്രമേ പുതിയ വാർഡ് മാപ്പിങ്ങിന് ലഭ്യമാകുകയുള്ളൂ. PH മാപ്പിംഗ് സ്ക്രീനിൽ നിന്ന് റിലീസ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. PH അഡ്മിൻ്റെ CHC അല്ലെങ്കിൽ PHC ഏരിയകളിലെ സബ് സെൻ്ററുകളും ബേസിക് സെക്ഷനുകളും മാപ്പ് ചെയ്തിട്ടുള്ള എല്ലാ വാർഡുകളും അവിടെ ഡിസ്പ്ലേ ആകുന്നതാണ്. ഈ വാർഡുകളിൽ ഏതെങ്കിലും തെറ്റായി മാപ്പ് ചെയ്തതാണെങ്കിൽ പ്രസ്തുത വാർഡ് സെലക്ട് ചെയ്ത് റിലീസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്രിയേറ്റ് മാപ്പിംഗ് പുതുതായി വാർഡ് മാപ്പിംഗ് നടത്തുന്നതിനാണ് ക്രിയേറ്റ് ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. പുതിയ വാർഡ് മാപ്പിംഗ് ക്രിയേറ്റ് ചെയ്യുന്നതിന് ക്രിയേറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. വാർഡ് സെലക്ട് ചെയ്തതിന് ശേഷം സബ് സെൻ്റർ, ബേസ് സെക്ഷൻ എന്നിവ കൂടി കറക്റ്റായി മാപ്പ് ചെയ്യുക. അതിനുശേഷം ക്രിയേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ വാർഡ് മാപ്പിംഗ് പൂർത്തിയാകുന്നതാണ്. നിലവിൽ ജില്ലാ അഡ്മിന്മാർക്കും PH മാപ്പിംഗ് നടത്തുന്നതിനുള്ള സൗകര്യം ലഭ്യമാക്കിയിട്ടുണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷൻ തലത്തിൽ PH അഡ്മിന്മാർക്ക് കൈകാര്യം ചെയ്യാൻ കഴിയാത്ത വാർഡ് മാപ്പിംഗ് ആക്ടിവിറ്റീസ് പൂർത്തിയാക്കുന്നതിന് ജില്ലാ അഡ്മിൻ്റെ സഹായം തേടാവുന്നതാണ്. ഉദാഹരണത്തിന് ഒരു PSC ഏരിയയിൽപ്പെടുന്ന വാർഡ് മറ്റൊരു PSC ഏരിയയിലേക്ക് നിലവിൽ മാപ്പിംഗ് നടത്തിയിരിക്കുകയാണെങ്കിൽ അത് റിലീസ് ചെയ്യുന്നതിന് ജില്ലാ അഡ്മിനെ അറിയിക്കാവുന്നതാണ്. ഇങ്ങനെ റിലീസ് ചെയ്ത് കിട്ടിയ വാർഡുകളിലേക്ക് PH അഡ്മിന് ശരിയായ സബ് സെൻ്റർ, ബേസ് സെക്ഷൻ മുതലായവ ആഡ് ചെയ്ത് വാർഡ് മാപ്പിംഗ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അർബൻ ഏരിയയുടെ മാപ്പിംഗുമായി ബന്ധപ്പെട്ട് സബ് സെൻ്ററുകൾ നിലവില്ലാത്ത സ്ഥാപനങ്ങളുടെ മാപ്പിംഗ് നടത്തുന്നതിനുള്ള സൗകര്യം പുതിയ PH മാപ്പിംഗ് സ്ക്രീനിൽ ലഭ്യമാണ്. ഉദാഹരണത്തിന് സബ് സെൻ്ററുകൾ നിലവിലില്ലാത്ത ഒരു
UPHC ഏരിയയിലെ വാർഡ് മാപ്പിംഗ് നടത്തുന്നതിന് വാർഡിന് നേരെയുള്ള ഫീൽഡിൽ UPHCയുടെ പേര് സെലക്ട് ചെയ്ത് നൽകി വാർഡ് മാപ്പിംഗ് ക്രിയേറ്റ് അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. PH മാപ്പിംഗ് വഴി നടത്തുന്ന വാർഡ് മാപ്പിങ്ങിനെ അധികരിച്ചാണ് PH മൊബൈൽ ആപ്ലിക്കേഷൻ, ശൈലി ആപ്ലിക്കേഷൻ എന്നിവ വഴിയുള്ള വിവരശേഖരണം നടത്തുന്നത്. ആയതിനാൽ ഇൻസ്റ്റിറ്റ്യൂഷൻ തലത്തിൽ PH മാപ്പിംഗ് പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കേണ്ടതാണ്.